നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ 3-4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ടീമുകളുടെ താരങ്ങളുടെ അവൈലബിലിറ്റിയെക്കുറിച്ച് ആരാധകർക്ക് ആശങ്കയുണ്ട്. പലർക്കും പരിക്ക്, സ്ക്വാഡിൽ നിന്ന് പുറത്ത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് കൂടി ആരംഭിക്കുകയാണ്. ഓരോ സ്ക്വാഡിലെയും അവൈലബിലിറ്റിയെക്കുറിച്ച്, ഹൂ ഈസ് ഔട്ട്, ഹൂ ഈസ് ഇൻ ഡൗട്ട്, അങ്ങനെ ഓൾറെഡി പുറത്തായത് ആര്, ഇനിയിപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ആര്. അപ്പോൾ നമ്മൾ ആദ്യം CSK വെച്ച് തുടങ്ങാം. CSKയുടെ ഭാഗത്ത് നെതാൻ എല്ലിസിന് ഇഞ്ചുറിയാണ്. നെതാൻ എല്ലിസ് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പകരക്കാരൻ ആര് എന്ന് ഇതുവരെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. സ്പെൻസർ ജോൺസൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്ന് മാത്രം. ഒഫീഷ്യലി ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിൽ കളിച്ചുകൊണ്ടിരിക്കവേ വൺഡേ കപ്പ് സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. തീർച്ചയായിട്ടും CSKക്ക് വലിയ തിരിച്ചടിയാണ്. CSK അവരുടെ 14 മത്സരങ്ങളും കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ ടഫറായിട്ടുള്ള ഡെത്ത് ഓവറുകളിൽ 17ാമത്തെ ഓവർ മുതൽ 20ാമത്തെ ഓവർ വരെയുള്ള ഘട്ടങ്ങളിലൊക്കെ പന്തെറിയാൻ അവർ കണ്ടുവച്ച താരമാണ് പുറത്താവുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ചെറിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. സോ ഹീസ് ഔട്ട്. ഹൂ ഈസ് ഔട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നഥാൻ എല്ലിസ് ഈസ് ഔട്ട്. ഇനി ഹൂ ഈസ് ഇൻ ഡൗട്ട് എന്ന് ചോദിക്കുമ്പോൾ അഖിൽ ഹുസൈൻ്റെ കാര്യം. അഖിൽ ഹുസൈൻ്റെ കാര്യത്തിൽ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ അവർ സ്റ്റക്കായി പോയല്ലോ. അവരുടെ മടങ്ങിപ്പോക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടായി. അത് അന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ തിരികെയുള്ള യാത്ര ബുദ്ധിമുട്ടായത്. അപ്പോൾ അഖിൽ ഹുസൈൻ നാട്ടിൽ നിന്ന് നാളെ, അതായത് മാർച്ച് 25-ന് ഇവിടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ CSKയുടെ ആദ്യ കളി മാർച്ച് 30-നാണ് താനും. അപ്പോൾ അക്ലമറ്റൈസ് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അദ്ദേഹം ഫസ്റ്റ് കളിയൊക്കെ കളിക്കുമോ എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സംശയമുണ്ട്. പ്രശാന്ത് വീറിൻ്റെ കാര്യം, അദ്ദേഹം ജനുവരിക്ക് ശേഷം ഒരു കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റും കളിച്ചിട്ടില്ല. കാർത്തിക് ശർമ്മ ഡിസംബറിന് ശേഷം ഒരു കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റും കളിച്ചിട്ടില്ല. അവർക്ക് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റിലെ പാർട്ടിസിപ്പേഷൻ ലിമിറ്റഡായി പോയതാണ്. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ ഫിറ്റാണ്. CSKയുടെ ടീമിനോടൊപ്പം നല്ല രൂപത്തിൽ പോകുന്നു. 6 അടി അടിച്ച് പറത്തുന്നതിൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് ആരാധകർ ആവേശത്തിലാണ്. സോ അവരുണ്ടാവും. പിന്നെ മാറ്റ് ഷോട്ടിൻ്റെ കാര്യം, അദ്ദേഹത്തിന് ഫിംഗർ ഇഞ്ചുറി പറ്റിയിരുന്നു. ഷെഫീൽഡ് ഷീൽഡ് മത്സരത്തിൻ്റെ ഫൈനൽ ഗെയിമിൽ അദ്ദേഹത്തിന് ഫിംഗർ ഇഞ്ചുറി പറ്റിയിരുന്നു. പക്ഷേ ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലിങ്ക്ഡ് അപ്പ് വിത്ത് CSK. സോ അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെയും ആശങ്കയില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് CSKയുടെ സ്ക്വാഡിൻ്റെ ഒരു അവസ്ഥ. ഇനി ആരൊക്കെ ആദ്യ 11-ൽ, അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മികച്ച ഒരു സ്ക്വാഡ് ഇപ്പം എന്തായാലും ഉണ്ട്. സഞ്ജു സാംസൺ അവിടെ ഉള്ളത് കൊണ്ട് ആരാധകർക്ക് വലിയ ആകാംക്ഷയൊക്കെ ഉണ്ട്. സ്ക്വാഡ് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തതായതുകൊണ്ട് വീണ്ടും നമ്മളതിലേക്ക് കടക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.